ഇത്തവണ ഏഷ്യ കപ്പിനിടെ ഏറ്റവും അധികം ചർച്ചയായത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുണ്ടായ വിവാദങ്ങളാണ്. ഇന്ത്യൻ താരങ്ങൾ പാക് താരങ്ങൾക്ക് ഹാൻഡ് ഷേക്ക് നൽകാതിരുന്നത് വലിയ ചർച്ചയായി മാറിയിരുന്നു. ഏഷ്യ കപ്പിന് ശേഷം ഇനി ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ. പരമ്പരയ്ക്ക് മുമ്പ് തന്നെ പരിഹാസ രൂപത്തിൽ മൈൻഡ് ഗെയിം ആരംഭിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയ. ഹാൻഡ് ഷേക്ക് വിവാദവുമായി ബന്ധപ്പെടുത്തി ഇന്ത്യയെ പരിഹസിക്കുന്ന തരത്തിലുള്ള വീഡിയോയാണ് പുറത്തു വന്നത്. കായോ സ്പോർട്സ് പുറത്തിറക്കിയ ഈ പ്രൊമോഷണൽ വീഡിയോയിൽ പ്രമുഖ ഓസ്ട്രേലിയൻ പുരുഷ വനിതാ ക്രിക്കറ്റർമാർ പങ്കെടുത്തിരുന്നു. ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിലേക്ക് വരികയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പരമ്പരയ്ക്ക് മുമ്പ് നാം ഇന്ത്യയുടെ ഒരു ബലഹീനത കണ്ടെത്തിയിരിക്കുന്നു. പരമ്പരാഗതമായ അഭിവാദ്യങ്ങൾ അവർക്കത്ര ഇഷ്ടമല്ലെന്ന് നമുക്കറിയാം. അതിനാൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവരെ ആശയക്കുഴപ്പത്തിലാക്കാം. ഇങ്ങനെയാണ് വീഡിയോ ആരംഭിക്കുന്നത്. തുടർന്ന് ഇന്ത്യൻ ടീമിന് നൽകാനുള്ള മറ്റു തരത്തിലുള്ള അഭിവാദ്യങ്ങൾ ഓസ്ട്രേലിയൻ താരങ്ങൾ നിർദ്ദേശിക്കുകയായിരുന്നു. ഓസി സൂപ്പർ താരം മിച്ചൽ മാർഷ് ട്രാവിസ് ഹെഡിന്റെ കുപ്രസിദ്ധമായ ഐസ് കപ്പിലെ വിരൽ ആംഗ്യമാണ് അനുകരിച്ചത്. ഫാസ്റ്റ് ബോളർ ജോഷ് ഹേസൽവുഡ് പ്രകോപനപരമായി വാട്ട് അബൌട്ട് ദി ഷൂട്ടർ എന്ന് ചോദിച്ച് ഒരു ആംഗ്യം കാണിച്ചു. ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പരാമർശം തീർത്തും അനുചിതമായിരുന്നു. ഏറ്റവും വിവാദപരമായി തോന്നിയത് ഓസ്ട്രേലിയയുടെ വനിതാ താരം കാണിച്ച ആംഗ്യമായിരുന്നു. അവർ ആദ്യം കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നതും തുടർന്ന് കൈകളുടെ നടുവിരലുകൾ ഉയർത്തി കാണിക്കുന്നതും വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഈ ആംഗ്യം അത്രമാത്രം അനുചിതമായതുകൊണ്ട് തന്നെ സംപ്രേഷണം ചെയ്തപ്പോൾ അത് ബ്ലർ ചെയ്യേണ്ടി വന്നു. ഓസ്ട്രേലിയൻ താരങ്ങളും അവതാരകരും പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് വീഡിയോ അവസാനിപ്പിച്ചത്. എന്നാൽ വീഡിയോ പുറത്തു വന്നതോടെ വലിയ വിമർശനങ്ങളാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഉയർത്തിയത്. ഭീകരതയുടെ ഇരകളോടുള്ള അനാദരവാണ് ഇതെന്ന് പലരും വിമർശിച്ചു. ഇതോടെ വീഡിയോ മുക്കി കായോ സ്പോർട്സ് തടി തപ്പി. തങ്ങളുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അവർ വീഡിയോ നീക്കം ചെയ്തു. എന്നാൽ ഇതിനകം തന്നെ വീഡിയോ വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് പ്രചരിക്കപ്പെട്ടിരുന്നു. ഒക്ടോബർ 19 ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഏകദിന പരമ്പര ആരംഭിക്കുന്നത്. ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തു വന്നതോടെ ഇരു ടീമുകളും തമ്മിലുള്ള മത്സരങ്ങൾ വാശിയേറിയതായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. ഓസ്ട്രേലിയൻ താരങ്ങളുടെ ഈ പരിഹാസത്തിന് ഇന്ത്യ മൈതാനത്ത് മറുപടി നൽകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ക്രിക്കറ്റ് മൈതാനങ്ങളിൽ പലപ്പോഴും അഗ്രസീവായി പെരുമാറുന്ന ടീമാണ് ഓസ്ട്രേലിയ. സ്ലെഡ്ജിങ്ങിലൂടെയും മറ്റും എതിർ താരങ്ങളെ തളർത്താൻ ഓസ്ട്രേലിയ ശ്രമിക്കാറുണ്ട്. ഇത്തവണ പരമ്പരയ്ക്ക് മുമ്പേ അവർ ഇത്തരം നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ്. ആരാധകർ വിമർശനങ്ങൾ ഉയർത്തുമ്പോഴും പ്രകടനം കൊണ്ട് മറുപടി നൽകാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. പുതിയ നായകൻ ശുഭ്മാൻ ഗില്ലിന് കീഴിലാണ് ഇന്ത്യ ഏകദിന പരമ്പരയ്ക്ക് ഇറങ്ങുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ടീമിലുണ്ട്. ICC ചാമ്പ്യൻസ് ട്രോഫി നേടിയതിനു ശേഷം ആദ്യമായാണ് ഇന്ത്യ ഏകദിന മത്സരം കളിക്കാനൊരുങ്ങുന്നത്. ഒക്ടോബർ 19 പെർത്ത് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യ ഏകദിന മത്സരം നടക്കുക. രണ്ടാം മത്സരം ഒക്ടോബർ 23 മൂന്നാമത്തെ മത്സരം ഒക്ടോബർ 25 നടക്കും. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരുടെ പ്രകടനം തന്നെയാണ് ഇത്തവണ ആരാധകർ ഉറ്റുനോക്കുന്നത്. ഏകദിന പരമ്പരയ്ക്ക് ശേഷം 5 T20 മത്സരങ്ങളും ഇന്ത്യ ഓസ്ട്രേലിയയിൽ കളിക്കുന്നുണ്ട്. T20 പരമ്പരയ്ക്കുള്ള ടീമിൽ സഞ്ജു സാംസണും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് 2020-21 സീസണിലാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യ അവസാനമായി ഏകദിന പരമ്പര കളിച്ചത്. ഈ പരമ്പരയിൽ ഓസ്ട്രേലിയ 2-1 വിജയിക്കുകയായിരുന്നു.